ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബീന മുഹമ്മദ്. അമ്മാ ബഅദ്. ഇഅ്തികാഫ് അഥവാ ഭജനമിരിക്കൽ ഇസ്ലാമിൽ പ്രാധാന്യമുള്ളതാണോ, സുന്നത്താണോ, സ്ത്രീകൾ അത് നിർവഹിക്കേണ്ടതുണ്ടോ, സ്ത്രീകൾ അത് നിർവഹിച്ചാൽ അവർക്ക് അതിന്റെ പുണ്യം ലഭിക്കുമോ? ഇതാണ് ചോദ്യം. സഹോദരങ്ങളെ, തീർച്ചയായിട്ടും ഇസ്ലാമില് അതിന് പ്രാധാന്യമുണ്ട്. ഇസ്ലാമില് അത് സുന്നത്താണ്, പുണ്യകരമാണ്. സ്ത്രീകൾക്കും ആ പുണ്യം ലഭ്യമാകും അത് നിർവഹിച്ചാൽ. പരിശുദ്ധ ഖുർആൻ നിരവധി തവണ ഈ ഇഅ്തികാഫിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 187-ാമത്തെ വചനം, വലാ തുബാശിറൂഹുന്ന വ അൻതും ആകിഫൂന ഫിൽ മസാജിദ്. പള്ളികളിൽ, അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ നിങ്ങൾ ഇഅ്തികാഫിരുന്നു കൊണ്ടിരിക്കെ നിങ്ങൾ സ്ത്രീകളുമായിട്ട് സംസർഗം പാടില്ല എന്നുള്ളതാണ്. അപ്പോ ആ ആയത്തുനിന്ന് കിട്ടുന്ന കാര്യം എന്താ? പള്ളികളിൽ ഇഅ്തികാഫിരിക്കുന്ന സന്ദർഭത്തിൽ സ്ത്രീകളുമായിട്ട് സംസർഗം പാടില്ല എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പള്ളികളിൽ വേണമല്ലോ. അതാണ് അപ്പോ സ്ത്രീകൾക്കും ഇഅ്തികാഫിരിക്കാം എന്ന് ഈ ആയത്തിൽ തന്നെ വളരെ വ്യക്തമായ സൂചനയുണ്ട്. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായിട്ടുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറയുന്നുണ്ട്, മഹാനായിട്ടുള്ള മുഹയ്യിസ്സുന്ന അബൂ മുഹമ്മദ് അൽ ഹുസൈൻ എന്ന് പറയുന്ന പ്രസിദ്ധനായ ഇമാം ബഗവി, ഹിജ്റ 510 വഫാത്തായ മഹാനാണ്. അദ്ദേഹത്തിന്റെ തഫ്സീറുൽ ബഗവി അഥവാ മആലിമുത് തൻസീൽ ഫി തഫ്സീരിൽ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്, ഖാല ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നു, ഇന്നല്ലാഹ തആല ഹയ്യുൻ കരീമുൻ യുകന്നി കുല്ലമാ ദുകിറ ഫിൽ ഖുർആൻ മിനൽ മുബാശറതി വൽ മുലാമസതി വൽ ഇഫ്ളാഇ വദ്ദുഖൂലി വറഫഥു ഫഇന്നമാ അനാ ബിഹി അൽ ജിമാഅ്. അല്ലാഹു തആല ലജ്ജാലുവാണ്, ആദരവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ ജിമാഅ് എന്നുള്ളതിന്, സ്ത്രീകളുമായിട്ടുള്ള ശാരീരിക ബന്ധം എന്നുള്ള ആ പദം നേർക്കുനേരെ പ്രയോഗിക്കാതെ അത് ആലങ്കാരികമായിട്ട് പ്രയോഗിക്കുകയാണ് വിശുദ്ധ ഖുർആനിൽ. അതിന് മുബാശറത്ത്, ഈ ആയത്തിൽ സൂചിപ്പിച്ചതുപോലെ സൂറത്തുൽ ബഖറ 2-ാം അധ്യായം 187-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ മുബാശറത്ത്, ലാ തുബാശിറൂഹുന്ന എന്ന് പറഞ്ഞല്ലോ. അതുപോലെ വിശുദ്ധ ഖുർആനിൽ മറ്റ് ഇടങ്ങളിൽ പറഞ്ഞിട്ട് മുലാമസത്ത്, അതുപോലെ ഇഫ്ളാ, ദുഖൂല്, പ്രവേശനം, അപ്പൊ ഇങ്ങനെ, അതുപോലെ റഫത്ത്, നോമ്പുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് പറഞ്ഞു. ഇതൊക്കെ എന്തർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്? ജിമാഅ് അഥവാ സ്ത്രീ പുരുഷ ശാരീരിക ബന്ധം, ലൈംഗിക ബന്ധം, അതിനെ സംബന്ധിച്ചാണ്. ഇത് ആര് പറയുന്നതാ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതാ. അപ്പൊ ഇത്തരം സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധം പള്ളികളിൽ ഇഅ്തികാഫിരിക്കുന്ന സന്ദർഭത്തിൽ നിർവഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ ആയത്ത് പഠിപ്പിക്കുന്നത് പള്ളികളിൽ സ്ത്രീകളും ഇഅ്തികാഫ് ഇരിക്കാം എന്നുള്ളതാണ്. ഒന്ന്. രണ്ടാമതായിട്ട് അതിനെ സാധൂകരിക്കുന്നതാണ് അള്ളാഹിന്റെ റസൂലിന്റെ സംഗതികൾ. നിങ്ങൾ നോക്കൂ, സഹീഹുൽ ബുഖാരിയിൽ മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള വചനമാണ്. എങ്കിലും സഹീഹുൽ ബുഖാരിയിലെ 2026 നമ്പർ ആയിട്ടുള്ള വചനം ഞാൻ വായിക്കാം. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ സൗജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തഖിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാൻ ഹത്താ തവഫാഹുല്ലാഹ് ثم اعتكف ازواجه من بعده. അതായത് ആയിഷ റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പത്നി തീർച്ചയായും റമളാനിന്റെ അവസാനത്തെ 10 അല്ലാഹുവിന്റെ റസൂലിന്റെ പത്നിയായിട്ടുള്ള ആയിഷ റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുകയാണ്, തീർച്ചയായും അല്ലാഹുവിന്റെ റസൂല് റമളാനിന്റെ അവസാനത്തെ 10 ഇഅ്തികാഫിരിക്കുമായിരുന്നു. ഹത്താ തവഫാഹുല്ലാഹ്, അല്ലാഹു അദ്ദേഹത്തെ മരിപ്പിക്കുന്നത് വരെ. റസൂലുള്ളാഹിന്റെ കാലശേഷം റസൂലുള്ളാഹിന്റെ പത്നിമാര് ഇഅ്തികാഫിരുന്നു എന്നുള്ളതാണ്. അള്ളാഹിന്റെ റസൂലിന്റെ പത്നിമാര് ഖുർആനും സുന്നത്തിനും നിരക്കാത്തത് ചെയ്യോ? ഇല്ല. അപ്പൊ അവര് അത് ഇസ്ലാമികമായത് കൊണ്ട്
പുണ്യമായതുകൊണ്ട് സുന്നത്തായതുകൊണ്ടാണ് അള്ളാഹിന്റെ റസൂലിന്റെ ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഇരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് സഹീഹുൽ ബുഖാരിയിലെ 2026 വചനമാണ്. സഹീഹ് മുസ്ലിമിലുമുണ്ട്, ഒട്ടനേകം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് മഹാനായിട്ടുള്ള ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാമു അഹ്ലി സുന്ന എന്ന് പറയുന്ന മഹാനവറുകൾ പറയുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഖാല അബൂ ദാവൂദ് അൻ അഹ്മദ لا أعلم أن أحد من العلماء خلافا أن الاعتكاف مسنون. സുബുലുസ്സലാം എന്ന് പറയുന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥം ഇമാം സൻആനിയുടെ ഗ്രന്ഥമാണ്. അതിനകത്ത് രേഖപ്പെടുത്തുകയാണ് മഹാനായ അബൂ ദാവൂദ് റഹിമഹുല്ല മഹാനായ അഹ്മദ് ഇബ്ൻ ഹംബൽ റഹിമഹുല്ലയോട് ചോദിച്ചു. എന്താ ചോദിക്കുന്നത്? ആ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയാണ്, ലാ അഅലമു അൻ അഹദിൻ മിനൽ ഉലമാഇ ഖിലാഫൻ അന്നൽ ഇഅ്തികാഫ് മസ്നൂനുൻ. ഇഅ്തികാഫ് സുന്നത്താണ് എന്നുള്ള വിഷയത്തിൽ ഏതെങ്കിലും ഒരു പണ്ഡിതന് ഭിന്നതയുണ്ട് എന്ന് എനിക്കറിഞ്ഞുകൂടാ എന്നുള്ളതാണ് ഇമാമു അഹ്ലി സുന്നയാണ് പറയുന്നത്. അപ്പോ ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത സംഗതിയാണെന്ത്? ഇഅ്തികാഫ് സുന്നത്താണ് എന്നുള്ളത്. അപ്പൊ തീർച്ചയായും ആ സുന്നത്ത് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കുമുണ്ട്. അതാണ് ആയത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അള്ളാഹിന്റെ റസൂലിന്റെ പത്നിമാര് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ മാതാക്കൾ ഇഅ്തികാഫിരുന്നു എന്നുള്ള സംഭവം. ഇനി നിങ്ങൾ നോക്കൂ, ഷാഫി മദ്ഹബ്, നമ്മുടെ നാട്ടിലൊക്കെ ഷാഫി മദ്ഹബുകാരാണല്ലോ കൂടുതൽ. ഹിജ്റ 476 വഫാത്തായിട്ടുള്ള ഇമാം ഷീറാസി, അദ്ദേഹത്തിന്റെ അൽ മുഹദ്ദബ് ഫി ഫിഖ്ഹിൽ ഇമാം ഷാഫിഈ എന്ന് പറയുന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ സൂറത്തുൽ ബഖറയിലെ 187 ആയത്ത് കൊടുക്കാൻ വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ് എന്നുള്ള ആയത്ത് കൊടുക്കാൻ. എന്നിട്ട് പറയുന്നു, അഥവാ എന്താ അതിന്റെ അർത്ഥം? പള്ളികളിൽ നിങ്ങൾ ഇഅ്തികാഫിരുന്നു കൊണ്ടിരിക്കെ സ്ത്രീകളുമായി നിങ്ങൾ സംസർഗം ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല എന്ന്. എന്നിട്ട് പറയാണ് ഫദല്ല അലാ അന്നഹു ലാ യകൂനു ഇല്ലാ ഫിൽ മസ്ജിദി. ഇത് പള്ളിയിലല്ലാതെ പാടുള്ളതല്ല എന്ന് ഈ ആയത്ത് അറിയിക്കുന്നു. അഥവാ ഇഅ്തികാഫ് ഇരിക്കുക എന്നുള്ളത് പള്ളിയിലേ പറ്റുള്ളൂ. വലാ യസിഹുൽ ഇഅ്തികാഫു മിനൽ മർഅത്തി ഇല്ലാ ഫിൽ മസ്ജിദി. ഒരു സ്ത്രീക്കും ഇഅ്തികാഫ് ഇരിക്കണമെങ്കിൽ അത് പള്ളിയിലേ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ വലാ യസിഹു സഹിഹാവുകയില്ല. ലിഅന്ന മൻ സഹ ഇഅ്തികാഫഹു ഫിൽ മസ്ജിദി ലം യസിഹ് ഇഅ്തികാഫഹു ഫി ഗൈറിൽ മസ്ജിദി കർറജുൽ. നമ്മൾ മനസ്സിലാക്കണം, പുരുഷൻ ഈ ഇഅ്തികാഫ് പള്ളിയിലേ സഹിയാവുകയുള്ളൂ എന്നതുപോലെ തന്നെ സ്ത്രീക്കും പള്ളികളിലെ ഇഅ്തികാഫ് ഇരുന്നാൽ ശരിയാവുകയുള്ളൂ എന്ന് ഷാഫി മദ്ഹബിലെ ഗ്രന്ഥത്തിലും പറയാണ്. അതാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. അത് ആയത്തുദ്ധരിച്ചുകൊണ്ടാ പറയുന്നത്, അഥവാ തെളിവുദ്ധരിച്ചുകൊണ്ടാ പറയുന്നത്. അപ്പൊ ഈ സംഭവങ്ങളിലൊക്കെ മനസ്സിലാകാൻ വേണ്ടി പറ്റുന്നത് ഇഅ്തികാഫ് എന്നുള്ളത് ഇസ്ലാമിൽ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഖുർആൻ അതിനെ കുറിച്ച് പറഞ്ഞത്. അള്ളാഹിന്റെ റസൂൽ ഇഅ്തികാഫ് മരണം വരെ ചെയ്തിരുന്നു, അവിടുന്ന് ഭാര്യമാർ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് സുന്നത്താണ്, പ്രാധാന്യമുള്ളതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അള്ളാഹുവിന്റെ പ്രതിഫലം കരസ്ഥമാക്കാൻ കഴിയുന്ന ഉത്തമമായൊരു ഇബാദത്താണ്. അല്ലാഹു അഅലം വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.